നമ്മുടെ സമൂഹം എങ്ങനെയാണ് വഴിതെറ്റുന്നത് അതാണല്ലോ എല്ലാവർക്കും ആശങ്ക. അതെ, സമൂഹം എങ്ങനെയാണ് വഴിതെറ്റുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ വഴിതെറ്റി നിൽക്കുകയാണല്ലോ. അതെ, എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതിനല്ല ഇനിയിപ്പം പ്രാഗൽഭ്യം, അതല്ല വേണ്ടത്. എങ്ങനെ പരിഹാരം ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനും പരിഹാരമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അതെ, എത്തിപ്പെട്ടു, ഏതോ കണ്ടിപ്പോയി, ശരി, ഇനി അത് കയറി വരാനുള്ള പരിഹാരമാണല്ലോ കാര്യം. അതിന് ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ട, എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടിൽ ഞാൻ പറയാണ്, ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളുടെ ഒരു ചൊല്ല്, അത് നമ്മൾ തിരിച്ച് നമ്മുടെ നാവിലേക്ക് ആ ചൊല്ല് തിരിച്ച് കൊണ്ടുവരണം. മാതാ പിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദേവതുല്യം കാണണം എന്ന് ഒരു സൈഡിൽ പറയുമ്പോൾ, മറ്റൊരു സൈഡില് അവര് മാതാവും പിതാവും ഗുരുവും ദേവതുല്യം ഉയരണം. രണ്ടും വേണം. ഇപ്പൊ ദേവതുല്യം ഉയർന്നാലാണ് ദേവതുല്യം കാണുവാൻ കഴിയുള്ളൂ. ഇപ്പോ നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കുട്ടിയുടെ ഗുരുവാകുമ്പോൾ, ആ ഗുരു ദൈവതുല്യമായിട്ട് ഉയരേണ്ടതുണ്ട്. നമ്മളൊരു സാധാരണ വ്യക്തിത്വത്തിൽ നിന്നും ഒരു അച്ഛനായി ഒരു അമ്മയായി എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ പദവിയാണ് ലഭിക്കുന്നത്. അതെ അതെ അതെ, സമൂഹത്തിലും ഇന്നലെ വരെ എന്തായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു വലിയൊരു പദവിയാണ് നമുക്ക് കിട്ടുന്നത്. മാതൃ പിതൃ ഗുരു എന്നൊക്കെ പറയുന്നത് വലിയ പദവികളാണ്. ഒരു ഗുരുസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ഗുരുത്വം ഉണ്ടാവണം ആദ്യം ഗുരുവിന്. ഗുരുവിനുണ്ടാവണം. ആ ഗുരുത്വം ഉള്ളവനാവണം ഗുരു. ഇപ്പോ അതൊരു വലിയ പദവിയാണ്. പിതാവാകുക മാതാവാകുക എന്ന് പറഞ്ഞാലും അത് വലിയൊരു പദവിയാണ്, ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മളിലെ നിഗ്രഹ ഭാവത്തെ മുഴുവൻ മാറ്റി അനുഗ്രഹ ഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് നമുക്കില്ല. നമ്മളൊരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മള് ഒരു എന്ന് വെച്ചാൽ മറ്റു മാതൃകകളൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ ഉയരണം. പിതൃ എന്ന് പറയുമ്പോഴും ജീവനാംശ പാലകനായിട്ട് സർവ്വതും ജീവനാംശമായിട്ട് മാറണം പിതാവിൻ്റെത്. അതായത് ആയുസ് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സർവ്വ ജീവനാംശവും കൊടുക്കുവാൻ ചുമതലപ്പെട്ടവനായി വിയർക്കുന്നവനായിട്ട് മാറണം. അങ്ങനെ വാക്ക്, മനസ്സ്, പ്രവൃത്തി എന്നിവയാൽ ഒരു പിതൃ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അങ്ങനെ ഉയരാനായിട്ടുള്ള ഒരു മാനസിക തലം, ഒരു അറിവിന്റെ തലം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവിടെയാണ് ഇന്ന് എനിക്ക് അനുഭവപ്പെടുന്ന, ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. അത് വീണ്ടെടുക്കണം. എങ്ങനെ വീണ്ടെടുക്കണം എന്ന് ചോദിച്ചാൽ കലാപങ്ങളിലൂടെയല്ല, വിപ്ലവങ്ങളിലൂടെയല്ല. വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളിലൂടെയല്ല, അത് കലാബോധത്തിലൂടെ വേണം. 64 കലകളിലൂടെ കലാപങ്ങളെ കെട്ടടക്കുന്ന രീതിയിൽ ശാസ്ത്രബോധത്തിലേക്ക് ഉയർന്ന് ശാസ്ത്രീയമായിട്ട് കലകളെ അഭ്യസിപ്പിച്ച് അറിഞ്ഞ് കലാകാരന്മാരായിട്ട് ജീവിക്കുന്ന ഒരു ആസ്വാദനമുള്ള രീതിയിൽ, ആശ്വാസത്തെയേക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം മാറേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താനാണ്. ജ്ഞാനത്തിലൂടെ ആനന്ദമാണ്. ആ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ജോലി കിട്ടിയാലും എത്ര വലിയ പദവിയിൽ ഇരുന്നാലും അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. കഴിയോ? ഇല്ല. ജീവിതം ആസ്വാദ്യമാകണമെങ്കിൽ കലയും ജീവിതവും ഒന്നിച്ചു പോകേണ്ടതുണ്ട്. കലാപവും ജീവിതവുമാണ് ഇപ്പോൾ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കലാലയ ജീവിതമാണ് വേണ്ടത്. ഇപ്പൊ കലാലയമല്ലല്ലോ ഉള്ളത്, കലാപാലയമല്ലേ ഉള്ളത്. ഇപ്പൊ കലാലയങ്ങൾ തിരിച്ചു വരണം. ജീവിതവും കലയുമാണ് ഒന്നിച്ചു പോകേണ്ടത്, കലാപവും ജീവിതവുമല്ല. ഇപ്പൊ സ്ത്രീകളെ എന്തുകൊണ്ടാണ്, കൊച്ചു പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് നൃത്തം അഭ്യസിപ്പിക്കണം, നൃത്തവും വാദ്യവും എല്ലാം അഭ്യസിക്കണം, സംഗീതം കുട്ടികളെ പഠിപ്പിക്കണം. ചെറിയ അഭിരുചി ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കണം, നൃത്തം പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നില് ഇതാണ്. ഒരു കലയുള്ള
അത്രയും താളാത്മകമായി ജീവിക്കാൻ കഴിയുന്ന ഒരു മാതൃവിൽ നിന്നും മാത്രമാണ് ഒരു നല്ല പുത്രനെ ജനിപ്പിക്കാൻ കഴിയുള്ളൂ. കലാപകാരിയിൽ നിന്നല്ല, കലാകാരിയിൽ നിന്നിട്ടാണ് നല്ല സർവകലകളും തികഞ്ഞ ഒരു പുത്രൻ ജനിക്കുകയുള്ളൂ. എന്നാൽ മാത്രമാണ് അവനെ കലാപങ്ങളെ ഇല്ലാതാക്കുന്നവനായിട്ട് ഉയരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വിവേകശാലികൾ ഉണ്ടാവില്ല, വിപ്ലവശാലികളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ കലകൾക്ക് എന്ത് വേണം? ഉപാസന പദ്ധതികളുണ്ട്. ഭക്ഷണം, ജീവിതചര്യ, ദിനചര്യ, ഇതെല്ലാം കലകൾക്ക് കല ഉപാസനയായിട്ട് സ്വീകരിക്കുമ്പോൾ കലാകാരന്മാരും കലാകാരികളും എല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് ജീവിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ ജീവിക്കണം, എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ ഉറങ്ങണം, ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം. ശാസ്ത്രീയമായിട്ട് കലകളെ അഭ്യസിച്ച് അത് പഠിച്ച് ജീവിതത്തിൽ ആ കലയുടെ ആ മേൻപൊടിയിൽ ആ ജീവിതത്തെ ആസ്വദിക്കുന്നവരാക്കുക. അതുകൊണ്ടാണല്ലോ ഈ എപ്പോൾ ഉണർന്നു വരുമ്പോ ഒരു ശൈശവത്തിന്റെ ബാല്യത്തിന്റെ ശിശുവിന്റെ അവസ്ഥയിലാണ് സൂര്യൻ പോലും ആ സൂര്യന്റെ ആ തേജസ് അല്ലെങ്കിൽ ആ വൈഭവം വളരെ നേർപ്പിച്ച് എത്രയോ ഊഷ്മളമായിട്ടാണ് രാവിലെ കൊടുക്കുന്നത് എഴുന്നേറ്റ് വരുന്നവർക്ക്. അതെ അതെ അതെ. ഉച്ചക്കത്തെ ആ അവസ്ഥയല്ലല്ലോ രാവിലെ കൊടുക്കുന്നത്. ഇല്ല, അഗ്നിക്ക് രാവിലെ സത്വഗുണമാണ്, ഉച്ചയ്ക്ക് രജോ ഗുണമാണ്, വൈകുന്നേരം തമോ ഗുണമാണ്. അസ്തമിക്കുമ്പോ അത് തമോ ഗുണത്തിലേക്ക് മറയുകയാണ്. സത്വഗുണത്തിലൂടെയാണ് അത് ഈ രജോ ഗുണത്തിലേക്ക് വരുന്നത്, ചുട്ടുപൊള്ളുന്ന അഗ്നിയായിട്ട് മാറുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളും ജീവിതത്തില് ഈ നമ്മളുടെ ജ്ഞാനത്താൽ ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ട് നമ്മള് അത് പകർന്ന് നമ്മളിലെ മുഴുവൻ അറിവിനെയും പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ തമോ ഗുണത്തിലേക്ക് മറയും. അറിവിനെ സ്വീകരിക്കുന്നവരും അതിനെ പകരുന്നവരുമായിട്ട് മനുഷ്യൻ മാറണം. അറിവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അറിവിനെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്, അജ്ഞതയല്ല. അപ്പൊ അറിവിനെ ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും കഴിയണം. നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല അറിവ്, നമ്മൾ ധരിച്ചതായിരിക്കില്ല അറിവ്. പരമമായിരിക്കുന്ന സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഇതാണെന്നല്ല പറയേണ്ടത്, നേതി എന്നാണ് പറയേണ്ടത്. ഇതല്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും നല്ലതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും അറിവുള്ളവരാണ്. ഓരോ കാര്യങ്ങളിലാണ് ഓരോരുത്തർക്കും അറിവ് എന്നുള്ളതാണ്. ആ അറിവുകളെ ചേർത്ത് വെക്കാനായിട്ടും ആ അറിവുകളെ ആസ്വദിക്കുവാനായിട്ടും ആ അറിവുകളെ ഷെയർ ചെയ്യുവാനായിട്ടും ആ അറിവുകളിലൂടെ വരും തലമുറയിലൂടെ ഒന്നും കൂടി മികച്ച ജനതയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മുടെ ആളുകൾ ശ്രമിക്കുന്നില്ല. അറിവുകളെ പുതുതലമുറയിലേക്ക് പകർന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അജ്ഞതയുടെ ഒരു തലമുറയെ അല്ല. ഇന്ന് വരെ അനുഭവിച്ചും ചെയ്തും കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നേരെ തിരിഞ്ഞു നടക്കണമെന്ന് പറയുമ്പോ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവും. അതെ. അറിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ പരശുരാമാവതാരത്തിന്റെ ആ അവസ്ഥയിലേക്ക് എത്തുന്ന യാതൊരു മടിയും ഉണ്ടാവാതിരിക്കണം. ഞാനിപ്പോഴും ആ ഉദാഹരണം പറയുന്നത്, ശ്രീരാമ സിദ്ധാന്തം പരശുരാമൻ ഏത് സന്ദർഭത്തിലാണ് മനസ്സിലാക്കിയതിനു ശേഷം പരശുരാമൻ അടിമുടി മാറുകയാണ് ചെയ്തത്. അതെ, പൂർണ്ണമായിട്ടും. ഒരു ഉദാഹരണം ഈ അറിവ് ഇല്ലാതെ നിൽക്കുന്ന ഒരാളിന് അറിവുണ്ടാകുന്ന സന്ദർഭത്തിൽ ചേഞ്ച് എങ്ങനെ ഉണ്ടാവണമെന്ന് ഇത്രയും നല്ല ഉദാഹരണം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേറെയില്ല. കാരണം അവിടെ പരശുരാമന്റെ നിൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ഏത് രാമൻ എന്ന് ചോദിച്ചാ നിൽക്കുന്നത്, ആയുധവും ഉയർത്തിയാ നിൽക്കുന്നത്. അതെ, എങ്ങനെയുള്ള ആയുധം? സാക്ഷാൽ മഹാദേവൻ കനിഞ്ഞനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ആയുധമാണല്ലേ. അതെ, ശൈവചാപത്തെയാണ് അവിടെ കുലച്ചതെങ്കിൽ ഇത് കുലച്ച് കാണിക്കൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ക്ഷത്രിയന്മാർ എന്റെ കണ്ണിൽപ്പെട്ടാൽ ആ നിമിഷം ക്ഷത്രിയന്റെ കഥ കഴിഞ്ഞത് തന്നെയാണ്. എന്റെ മുന്നിൽപ്പെട്ട ഒരു ക്ഷത്രിയനും ഇന്ന് വരെ രക്ഷപ്പെട്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഞാനല്ലാതെ വേറെ ഏത് രാമൻ എന്ന് ചോദിച്ചു നിന്ന് അലറുന്ന അഹങ്കാര ധാർഷ്ട്യത്തോടു കൂടിയിട്ട് ആയുധവും പേറി നിൽക്കുന്ന ആ പരശുരാമന്റെ ആയുധം താഴെ വെപ്പിച്ച് സിദ്ധാന്തത്തെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പരശുരാമ സ്തുതി എന്ന് പറയുന്ന ആ ഒരു അധ്യായം വായിക്കുമ്പോഴാണ് നമുക്കതിന്റെ മനോഹാരിത മനസ്സിലാകുന്നത്. ലോകത്തിൽ ഇങ്ങനെ ഒരു ആളെ ഞാൻ ഇതുവരെയും കണ്ടതില്ല, ഇത്രയും ജ്ഞാനത്തെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
ആയുധം താഴെ വെച്ചിട്ട് നിത്യ തപസ്സിനായിട്ട് പോവുകയാണ്. ശ്രീരാമൻ പറഞ്ഞതിന്റെ പൊരുളിനെ തേടി പിന്നെ ജീവിതം മാറുകയാണ് അവിടെ. മനന വേഗത്താൽ മനസ്സിനെ മാറ്റി യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസിന്റെ ലോകത്തു നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക്, ശാസ്ത്രത്തിന്റെ ലോകത്തു നിന്നും ശാസ്ത്രത്തിന്റെ ലോകത്തിലേക്കാണ് പരശുരാമൻ നടന്നത്. പിന്നെ അവിടെയാണ് അവതാരം. ശ്രീരാമനേക്കാൾ മുമ്പ് അവതാരമായത് പരശുരാമനാണ്. ശ്രീരാമനാലാണ് ആ അവതാരം എന്നുള്ളതും കൂടിയാണ് ഇവിടുത്തെ പ്രാധാന്യം. അങ്ങ് പറഞ്ഞത് വളരെ വലിയ ഒരു കാര്യമാണ്. കാരണം ശ്രീരാമനാലാണ് പരശുരാമൻ അവതാരമാകുന്നത്. അവതാരമാകുന്നത് ആ സിദ്ധാന്തത്താലാണ്, ത്രേത സിദ്ധാന്തത്താലാണ്. അപ്പോ നമ്മുടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെയ്തിയിൽ നിന്നും അറിവിന്റെ ലോകത്തേക്ക്, ശരിയായ ലോകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ പരശുരാമ സിദ്ധാന്തം, പരശുരാമ ചരിതം, അതെ, അത് അനുകരിക്കുകയാണ് വേണ്ടത്. അതെ, അതായത് എത്രയും ജ്യേഷ്ഠനായ എന്ന പരശുരാമന് ശ്രീരാമ സിദ്ധാന്തം മനസ്സിലായിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ കഴിയുമെങ്കിൽ ഇത് ആർക്കെങ്കിലും സാധിക്കാതെ ഉണ്ടോ? ഏതൊരു വ്യക്തിക്കും പരശുരാമന് സാധിച്ചിട്ടുണ്ടോ? ശ്രീരാമചരിതത്താല് പരശുരാമൻ എങ്ങനെ ആയുധം താഴെ വെച്ച് 21 വട്ടം ഭൂർലോകം എന്ന് പറയുന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം നടത്തി ആനന്ദിച്ച് അട്ടഹസിച്ച ആളാണ് ആ ക്ഷത്രിയനായിരിക്കുന്ന ആ രാജകുമാരന്റെ മുന്നിൽ ആയുധം താഴെ വെക്കുന്നത്. ഒരു മടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു മടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പരശുരാമ സ്തുതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര മഹത്തരമായിട്ടുള്ള വേദമാണ് പരശുരാമൻ അവിടെ കേട്ടത്. അതാണ് ശ്രോതാഗ്നിയിൽ ജ്വലിപ്പിച്ചുയർത്തിയ ത്രേത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇപ്പോഴും ശ്രീരാമൻ അന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ ആധ്യാത്മികവും ആദിഭൗതികവും ആദിജൈവികവുമായിട്ടുള്ള പാപത്രയം പേറുന്ന ത്രയംബകം കുലച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെയുള്ളത്. മൂന്നും മൂന്നായിട്ട് വേർപിരിഞ്ഞു നിൽക്കുക. ഭൗതികവാദവും ആത്മീയവാദവും ജൈവവാദവും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിക്കാനായിട്ട് ഈ ശ്രീരാമ സിദ്ധാന്തം വീണ്ടും അവതരിപ്പിച്ചാൽ ഏത് പരശുരാമനും 21 വട്ടമല്ല 2001 വട്ടം കറങ്ങി വന്നാലും ആയുധം താഴെ വെച്ചു പോകും. അത്രയും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ശാസ്ത്രവൈഭവമാണ് ഭാരതത്തിന്റെ വേദരഹസ്യം. ആ വേദരഹസ്യം അത് ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ മനന വേഗത്തിൽ യുദ്ധവിചാരത്തിൽ നിന്നും വേദവിചാരത്തിലേക്ക്, ധനുസിന്റെ ലോകത്തു നിന്നും ധാന്യത്തിന്റെ ലോകത്തിലേക്ക് നമ്മുടെ മാനവരാശി ഇന്ന് നമ്മൾ അത് തുടങ്ങിയതുപോലെ തന്നെ ഇന്ന് എന്ത് കാരണത്താലായെങ്കിലും സമനില തെറ്റി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അഗാധ ജപ്തത്തിൽ നിൽക്കുകയാണ്. അതാണ്, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അന്ന് പറഞ്ഞതില്ലേ, അന്ന് പറഞ്ഞത്, അതായത് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ആംകാരമായതിന് തൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരേ നാരായണായ നമഃ. ആ നാരായണനായിരിക്കുന്ന, നരൻ നാരായണനായി മാറിയിരിക്കുന്ന ആ വൈഷ്ണവ അവതാരമായി മാറിയ ആ ശ്രീരാമചരിതത്തിന്റെ യഥാർത്ഥ പൊരുള്, ആ ഓങ്കാരമായ പൊരുള്, അതിനെ ചേർത്ത് വെക്കുവാനുള്ള ശേഷി ഇപ്പൊ മൂന്നായി പിരിഞ്ഞു നിൽക്കുകയാണ്. അതിനെ ചേർത്ത് വെക്കുമ്പോൾ, അതായത് അതിഭൗതികവും അതിജൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള ആ വാദമുഖങ്ങൾ ഒന്നായി ചേർന്ന് അത് തുര്യം എന്ന് പറയുന്ന അവസ്ഥയിൽ, നാലാമത്തെ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ മനുഷ്യന്റെ ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തിൽ നിന്നും ഞാൻ എന്ന് പറയുന്ന ആനന്ദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തും. അറിവിന് പ്രാധാന്യം കൂടും, അജ്ഞത മാറും. മനസ്സുകൾ യുദ്ധ സമാനമാണ് ഇന്ന് മനുഷ്യൻ്റെത്. പക്ഷെ അത് ജ്ഞാനത്താൽ സ്വർഗീയത അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഭക്തി നിറഞ്ഞ് യുക്തി മായും. അപ്പോ ബുദ്ധി പ്രകാശിക്കും. അപ്പോൾ മനുഷ്യന്റെ ശക്തിക്ക് മുക്തി ലഭിക്കും, പ്രവൃത്തിക്ക് ഫലം ലഭിക്കും, മോക്ഷം ലഭിക്കും. സർവ്വ ജീവലോകത്തിനും ഇവിടെ സ്ഥിതി ചെയ്യുവാനായിട്ടുള്ള ഒരവസ്ഥയുണ്ടാവും. ഇപ്പൊ 33 കോടി ചരാചരങ്ങളും പുനർജനിക്കും. ആണത്. അതെ, അതല്ല എങ്കില് നമ്മളുടെ മനസ്സുകളാണ് യുദ്ധകലുഷിതമാകുന്നത്. നമ്മളുടെ മനസ്സുകളിലാണ്
കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ആദ്യം. അപ്പൊ മനസ്സുകൾ അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമായിട്ട് വളരെ പൊരുത്തമുണ്ട്. കാരണം ആമാശയം ആണ് നമ്മുടെ രണ്ടാം ബ്രെയിൻ അല്ലേ? അതെ. അപ്പൊ ആമാശയത്തിലേക്ക് നിറയ്ക്കുന്ന നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് നമ്മളെ എങ്ങനെ പോകണമെന്ന് വിചാരിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും അല്ലേ? അതിന് അങ്ങേ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. അത് ഒരു കാര്യം കൂടി പറയുമ്പോൾ അങ്ങേക്കത് മനസ്സിലാവും. നമ്മളുടെ കേരളത്തിലെ, ലോകത്ത് മുഴുവൻ അതെ, ഭാരതത്തിൽ മുഴുവൻ അതെ, പാടശേഖരങ്ങളുടെ എണ്ണം, കൃഷിയിടങ്ങളുടെ എണ്ണം, അത് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും കൃഷി ചെയ്താൽ ഇത് ആര് കഴിക്കും? ഇത്രയും പാടശേഖരങ്ങളിൽ കൃഷി ചെയ്താൽ മുഴുവൻ കഴിക്കാനുള്ള നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ. അതായത് ഒരു ജീവനെ പോലും ഹനിക്കാതെ ഈ പാടങ്ങളെല്ലാം സജീവമായിരുന്ന, ഈ കൃഷിഭൂമികളെല്ലാം സജീവമായിരുന്ന ഒരു ലോകക്രമം, അത് തന്നെയാണ് രാമരാജ്യം എന്ന് തിരിച്ചറിയുവാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പൊ നമ്മളിപ്പോ പാടങ്ങളെല്ലാം തരിശായിട്ടിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ശവാഹാരമാണ് കഴിക്കുന്നത്. എന്നിട്ട് പച്ചക്കറിയെ നമ്മൾ വേറൊരു പേരിട്ടിട്ടുണ്ട്, മലക്കറിന്ന്. എന്നിട്ട് നമ്മൾ ശവക്കറിയാണ് കഴിക്കുന്നത്. ശവമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അതെ. എന്നിട്ട് നമ്മൾ വെറുതെ ഒരു രസത്തിന് പറയും അരിയാഹാരം കഴിക്കുന്നവൻ എല്ലാം അറിയാട്ടോ എന്ന് പറയും. അരിയാഹാരം കഴിക്കുന്നവനാണ് എല്ലാം അറിയുന്നത്, ശവാഹാരം കഴിക്കുന്നതിന് ഒന്നും അറിയില്ല. ചൈനയുടെ അജണ്ട പകുതി നടപ്പിലാക്കി കഴിഞ്ഞു ഇന്ത്യയിൽ. തീർച്ചയായിട്ടും കേരളത്തിൽ ഏകദേശം പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു. കാരണം ഇനി നമ്മള് ഈ ഞണ്ടിനെയും പാമ്പിനെയൊക്കെ തിന്നുന്നവരുണ്ടാവും, അതും കൂടെ അങ്ങ് ശീലിച്ചാൽ മതി. കാരണം വേറൊന്നും ഇനി ചെയ്യാനില്ല. എട്ടുകാലിയെയും ഞണ്ടിനെയും എല്ലാം കഴിച്ചാൽ അല്ല, അങ്ങനെ കഴിയുമ്പം കുടുംബത്തിലുള്ള മറ്റംഗങ്ങളെയും തിന്നാമല്ലോ. അതെ. അമ്മ എന്ന് പറയുമ്പോ തന്നെ ഒരു ഫുഡായിട്ട് വരികയാണ്. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിനല്ല പ്രിയം, അമ്മ എന്ന് പറയുന്ന ഫുഡിനാണ് പ്രിയം. അമ്മയെ തിന്ന് ജീവിക്കുന്ന മക്കളെ സൃഷ്ടിക്കാനേ ഇത്തരം ഭക്ഷണ രീതികൾ കൊണ്ട് കഴിയുള്ളൂ. നമ്മുടെ മക്കളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിന് അമ്മയോട് നന്ദി പറയുന്നവരാവണം. ആരായിക്കോട്ടെ, ഹോട്ടലിൽ ഭക്ഷണം എടുത്തു തരുന്നവർക്ക് ഒരു താങ്ക്സ് പറയാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമുക്ക് എല്ലാത്തിനെയും കുറ്റം പറയാനും പരിഹസിക്കാനും മാത്രം അറിയാവുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭക്ഷണം വിളമ്പുന്നവനോട് ഒരു മര്യാദ. ഭക്ഷണം വിളമ്പുന്നവനും എങ്ങനെ വിളമ്പണം? ചിരിച്ചുകൊണ്ട് വിളമ്പണം, മാതൃവിനെ പോലെ വിളമ്പണം, വയറ് നിറച്ച് വിളമ്പിക്കൊടുക്കണം, തൃപ്തി വരുവോളം വിളമ്പിക്കൊടുക്കണം. അത് തൃപ്തിയോടെ സ്വീകരിച്ച് ചിരിച്ചുകൊണ്ട് അതിന് നന്ദി പറയുവാനും നമുക്ക് കഴിയണം. കാരണം ആ നാവ് കൊണ്ട് തന്നെ അതിന് രുചി പറയണം. നാവ് തന്നെ രുചി പറയുന്നത് അവിടെയാണ്. അമ്മേ നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട് എന്ന് ആ കഴിക്കുന്ന നാവ് തന്നെ രുചി പറയുന്ന രീതിയിലേക്ക്, അമ്മയെ ചിരിപ്പിക്കുന്ന രീതിയിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയണം നമുക്ക്. അതേപോലെ ഇന്ന് മറ്റൊരു കാര്യം കൂടെ ഒരു ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ ചർച്ചയ്ക്കിടയായി. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. അവിടെ അങ്ങ് പറഞ്ഞതുപോലെ അവിടം ശുദ്ധിയാക്കുന്ന ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അപ്പോ ഞാൻ പറഞ്ഞു, ഈ ശുദ്ധിയാക്കുന്നയാളും അകത്ത് പൂജ ചെയ്യുന്നയാളും, അതിന് മധ്യത്തിൽ വാര്യമാരാര് മാല കെട്ടുന്ന നിരവധി ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഭരണസമിതി അല്ലെങ്കിൽ സേവാ സമിതി ആളുകളുമുണ്ട്. അപ്പൊ സത്യത്തിൽ ഇവരെയെല്ലാം ഒരേ കാറ്റഗറിയിലാണ് കാണേണ്ടത്. ഇവരെല്ലാം ഉപജീവനത്തിന് വേണ്ടിയും അവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയുമാണല്ലോ ഈ ജോലി ചെയ്യുന്നത്, ഒരു വൺ സൈഡ് പറയുമ്പോൾ. അതെ. അപ്പോ അവർക്ക് കഴിക്കുന്ന ആഹാരത്തിന്, ഇടുന്ന വസ്ത്രത്തിന്, വിദ്യാഭ്യാസത്തിന്, താമസത്തിന്, അല്ലെങ്കിൽ വീടിന്, അല്ല കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, മറ്റെന്ത് കാര്യത്തിനും സമാനതയുണ്ട്. എല്ലാവരും ഒരേപോലെയാണല്ലോ. അതെ. എല്ലാവർക്കും ഒരേ ആവശ്യമാണല്ലോ. അതെ. അപ്പോ അങ്ങനെ ഒരേ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഇവരെ കൂലിയുടെ അടിസ്ഥാനത്തിൽ, ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ, വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാ കാണുന്നത്. ഇത് ഇവിടെ ക്ഷേത്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അങ്ങ് പറഞ്ഞതില് ഒരുപാട് നമ്മൾ അറിയാനുണ്ട് കാര്യങ്ങൾ. അതായത് അങ്ങ് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ക്ഷേത്രത്തിൽ അതായത് തൊഴിലാളികളെ വെക്കാൻ പാടില്ല, സേവയാണ് ചെയ്യേണ്ടത്, സേവനമാണ് ചെയ്യേണ്ടത്, സേവിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവിടുത്തെ തന്ത്രി കൂലിക്ക് നിൽക്കുന്ന ആളല്ല, അവിടുത്തെ പൂജാരി കൂലിക്ക് നിൽക്കുന്ന ആളല്ല, അവിടുത്തെ കഴകം കൂലിക്കല്ല, സേവയാണ്.
ദക്ഷിണയാണ്. അതെ അവിടെ അതെ അടിച്ചുതളി സേവയാണ്. അതെ അവിടുത്തെ ശുദ്ധിക്രിയകൾ ചെയ്യുന്നവര് സേവയാണ്. അതെ ഇതെല്ലാം സേവ എന്നുള്ള രീതിയിലാണ് കാണേണ്ടത്. ആ ആ, സേവിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു എങ്ങനെയാണോ അടിച്ചുതലിയെ കാണുന്നത് അതേ അവസ്ഥയിൽ തന്നെയാണ് എല്ലാവരെയും കാണേണ്ടത്. ആ, അവിടെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഒരാളോട് വെറുപ്പ്, ഒരാളോട് അറപ്പ്, ഒരാളോട് ഭക്തി, ഒരാളോട് മുക്തി, ഇതൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ. ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളായിട്ടാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഉം. നിങ്ങള് മാസാദ്യം ശമ്പളം കൊടുക്കും. ശമ്പളം വേതനം ഏത് തരത്തിലുള്ള ആയാലും ദക്ഷിണയായിട്ടാണെങ്കിൽ അത് കൊടുക്കുമ്പോൾ മേൽശാന്തിക്കും ദക്ഷിണ, അല്ലെങ്കിൽ തന്ത്രിക്ക് കൊടുക്കുന്നു, വാര്യർക്ക് കരകത്തിനൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത് താവോട്ട് വരുമ്പോ താവോട്ട് വരുന്നതെന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് താവോട്ട് വരിക. താവോട്ട് വരുന്ന പദം ഉപയോഗിക്കുന്നത് ശരിയല്ല. അപ്പോ അവിടെ വൃത്തിയാക്കുന്ന കഴകത്തിനോ അല്ലെങ്കിൽ ശുദ്ധി ചെയ്യുന്ന ആളിനോ കൊടുക്കുമ്പം എല്ലാവർക്കും ഒരേ മനസ്സുകൊണ്ട് ഒരേ മനോഗരത്തിലാണോ കൊടുക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചു. ഉം. കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസമില്ലേ? കൊടുക്കുന്ന അളവ് വ്യത്യാസം ഉണ്ടായിക്കോട്ടെ, അത് കൊടുക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ടോ? മനസ്സിന് അന്നേരത്തെ മനസ്സിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. ഉം. ഇത് പാടില്ലാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ VIP-യുടെ ക്യൂ ഉണ്ട്. ഇത് എന്താ പറയുന്നത്, VIP-യുടെ ദർശന സൗകര്യങ്ങളുണ്ട് ക്ഷേത്രങ്ങളിലെ. ഭക്തരെല്ലാവരും ഒരുപോലെയാണ് ക്ഷേത്രത്തില് പെരുമാറേണ്ടത്. അതെ ആരെങ്കിലും അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തികച്ചും അജ്ഞതയാണ്. നമ്മൾ കാരണം ഒരാളെയും കൂടി തൊഴിയിക്കാനായിട്ട്, ഒരാൾക്കും കൂടി ദർശനം സൗഭാഗ്യം കൊടുക്കുവാനും ശേഷിയുള്ളവരായിരിക്കണം ഭക്തരെ. ഒന്നിന്റെ പേരിലും ഒരാളെയും, ഭക്തിയുള്ള ഒരാളെയും അവിടുന്ന് ഒഴിവാക്കാനോ അയാൾക്ക് എന്താ പറയണേ ആ ദർശനത്തെ തടയുന്ന രീതിയിൽ അവിടെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. എല്ലാവരും ദർശിച്ചതിന് ശേഷം ദർശിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് മാത്രം ആ ദർശനത്തെ കാണുന്നു. എല്ലാവർക്കും അന്നദാനം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവിടുന്ന് ഒരു വറ്റ് ഭക്ഷിക്കാൻ കഴിയുക, അതാണ് ഏറ്റവും സുഖം. അതാണ് എനിക്ക് കിട്ടിയില്ല അന്നദാനം എന്ന് പറയുമ്പോൾ സന്തോഷിക്കണം. കാരണം എനിക്കുള്ളത് മറ്റൊരാൾക്ക് ഞാൻ കൊടുത്തു എന്ന് പറയുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സമാനത വേണം, എല്ലാവരെയും സമാനതയോടെ കാണാൻ കഴിയണം. എനിക്ക് ഭഗവാൻ വിചാരിച്ചിട്ട് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, അതാണ്. അതായത് ഞാൻ കഴിച്ചിരുന്നെങ്കിൽ അവിടെ ഒരാൾക്ക് കിട്ടാൻ ഇടയുണ്ടാകുമായിരുന്നില്ല. കാരണം ഒരാൾ പട്ടിണിയാകുമായിരുന്നു. അങ്ങനെ ഞാനല്ലാതെ മറ്റൊരാളോട് കഴിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയാണ് വേണ്ടത്. അതെ, അല്ലാതെ ഞാൻ കഴിച്ചു മറ്റുള്ളവർക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോ എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ കഴിച്ചു എന്നല്ല പറയേണ്ടത്. തിരിച്ചാണ് പറയേണ്ടത്. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെന്നാ പറയേണ്ടത്. എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു വയറിന് വേണ്ടിയിട്ട് എന്റെ വയറ് ഞാൻ കാരണം ഒരു അന്നം ഒരാൾക്ക് കിട്ടി, ഒരു നേരത്തെ അന്നം ഞാൻ കാരണം. സർവ്വതിനെയും സമാനമായി കാണാനുള്ള ശേഷി ഉണ്ടാവണം മനുഷ്യന്, അല്ലേ? പിന്നെ അങ്ങ് കേട്ടേണ്ട ഒരു രസം കേൾക്കുന്നുണ്ടോ? ഈ ശബരിമലയിൽ ഇത്രയും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. മണിക്കൂറുകളോളം ദിവസങ്ങളോളം ക്യൂ നിന്നിട്ടാണ് ആ ദർശനം കിട്ടുന്നത്. പക്ഷെ ആ ഭക്തിയുടെ ആ ഒരു ഇതില് ഭക്തരോട് അങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ദർശനം കിട്ടി, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് പറയും. ഇല്ലേ? എല്ലാവരും അത് പറയും. ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എന്താണെന്നറിയാൻ പാടില്ല, എനിക്ക് ദർശന ഭാഗ്യം കിട്ടി എന്ന് പറയും. അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇത് നമ്മൾ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കണം. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആ ദർശനം സാധ്യമാക്കിയത്. എന്താ പറഞ്ഞ കുഴപ്പം? എങ്കിലേ അതിന് മൂല്യമുള്ളൂ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്, മണിക്കൂറുകളോളം ത്യാഗം സഹിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് ആ ദർശനം സാധിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അതല്ലേ വസ്തുത? അതല്ലേ വസ്തുത? അങ്ങനെയല്ലേ പറയേണ്ടത്? ഞാൻ ഇവിടുന്ന് നടന്ന് കാസർഗോഡുനിന്ന് നടന്ന് ശബരിമല വരെ നടന്ന് എന്റെ കാല് മുഴുവൻ പൊട്ടി ഞാൻ തളർന്ന് അവശനായിട്ട് ഞാൻ അവിടെ 12 മണിക്കൂർ ക്യൂവിൽ നിന്ന് അതിനുശേഷം വെള്ളം പോലും കുടിക്കാതെ വളരെ എന്താ പറയുന്ന വളരെ കഷ്ടത അനുഭവിച്ചിട്ട് ലാസ്റ്റ് ഒരു നിമിഷം
ദർശനം കിട്ടി. ഞാൻ ഒരുപാട് പെയിൻ എടുത്തിട്ടാണ് എനിക്ക് ആ ദർശനം കിട്ടിയത്. അങ്ങനെയല്ലേ പറയണ്ടേ? അങ്ങനെയാണ് പറയേണ്ടത്. അതെ, അങ്ങനെയാണോ പറയുന്നത്? തിരിച്ചാണ് പറയുന്നത്. അതെ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. ഞാൻ ബുദ്ധിമുട്ടി ജീവിക്കണം, ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കണം. എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞല്ല ജീവിക്കേണ്ടത്. എനിക്ക് ആരുടെയെങ്കിലും സ്വത്ത് അപഹരിക്കണം എന്ന് പറഞ്ഞല്ല. ഞാൻ നന്നായിട്ട് വിയർത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം, എന്നാലേ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വിയർത്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെ വിയർപ്പിലല്ല നമ്മൾ കഴിയേണ്ടത്. നമ്മളുടെ ജീവിതം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വിയർക്കണം, നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന ആ തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടാണെങ്കിലും നമ്മൾ അത് കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവിക്കുന്നത്. എവിടെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോഴോ ലോട്ടറി അടിച്ച് കിട്ടുന്ന ഭക്ഷണത്തിലോ അല്ല ആനന്ദം കണ്ടെത്തേണ്ടത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ദർശന ഭാഗ്യം കിട്ടി എന്നുള്ളത് നല്ല പെയിൻ എടുത്തിട്ടാണ് കിട്ടിയത്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ആ ക്യൂവിൽ പോയി നിന്ന് 6 മണിയായപ്പോൾ ദർശനം കിട്ടി. ഇതിനിടയ്ക്ക് കാല് മരവിച്ചു, കൈ മരവിച്ചു, തല കറങ്ങി, വെള്ളം കുടിക്കാൻ തോന്നി. വെള്ളം കുടിക്കാൻ പറ്റുമോ? തീർത്ഥം ആദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇതെല്ലാം സഹിച്ചിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ആ ആചരണ പദ്ധതിയിലൂടെ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ദർശനം കിട്ടുന്നത്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി, നമ്മൾ അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെന്നതെന്ന് പറയേണ്ട രീതിയിലേക്ക് മനുഷ്യൻ മാറണം. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്, അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ മക്കളെ വളർത്തുന്നത്. ഞാൻ ഒന്നും അറിയാതെ എൻ്റെ മക്കൾ വളർന്നു. ഞാൻ ഒന്നും അറിയാതെ ഇതെല്ലാം ചെയ്തു. ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. മക്കൾ വളരുന്നത് അറിയുന്നില്ല, മക്കൾ എന്ത് ചെയ്യുന്നു അറിയുന്നില്ല. നമ്മൾ അഴിമതി കാണിച്ചും അക്രമം കാണിച്ചും നമ്മൾ മണിമാളികൾ വെക്കുന്നു, നമ്മൾ വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നു, തൊഴിലാളികൾക്ക് കൂലികൾ കൊടുക്കാതെ നമ്മൾ ജീവിക്കുന്നു, സുഖിമാന്മാരാകുന്നു. മറ്റുള്ളവരെ ഈ അങ്ങ് പറഞ്ഞ പോലെ അമ്പലത്തിൽ മുറ്റടിക്കുന്നവരെയും അവിടെ കഴകം ചെയ്യുന്നവരെയും അവിടെ ശുദ്ധിക്രിയ ചെയ്യുന്നവരെയും കരയിപ്പിച്ചുകൊണ്ട് നമ്മൾ സുഖിക്കുന്നു. അതാണ് ഇതില് ഒരു ദർശനവുമില്ല. ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് 10 പേർക്ക് ദർശനം ഉണ്ടാവണം, ഒരു പുതു ദർശനം ഉണ്ടാവണം, ദാർശനികന്മാരാവണം. നമ്മളെല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണം. ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ പോലും നമ്മളുടെ കൂട്ടത്തിൽ ഭഗവാൻ ഉണ്ടെന്നുള്ള ഒരു ചിന്ത വരും. ഏത് രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെ? നമ്മളുടെ മനസ്സിലേക്ക് അറിയാതെ വരും. ഒരു അവശനായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് തോന്നും, അയ്യോ ഇത് കുചേലനല്ലേ എന്ന് തോന്നും. ഇതിന്റെ അടുത്ത് ഭഗവാൻ ഇല്ലേ എന്ന് തോന്നും. അങ്ങനെ പോലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ എല്ലാ മഹത്വമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എന്നുള്ള ഭാവത്തിൽ വേണം ക്ഷേത്രത്തിലേക്ക് വരാൻ. ക്ഷേത്രത്തിൽ വരുത്തരെന്നോ അല്ലെങ്കിൽ വലിയവരെന്നോ ചെറിയവരെന്നോ ഒന്നുമില്ല. അവിടെ ശുദ്ധിക്കാണ് പ്രാധാന്യം. ശുദ്ധമായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ഷേത്രശുദ്ധി അവിടെ സാധ്യമാകുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യാനും മന്ത്രവാദം ചെയ്യാനും ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഗർവമായിട്ടല്ല, ഗൗരവത്തോട് കൂടിയിട്ടല്ല ക്ഷേത്രത്തിൽ വരേണ്ടത്. പ്രസാദം പോലത്തെ മനസ്സുമായിട്ട് വേണം വരാൻ. പ്രസാദമായിരിക്കണം നമ്മൾ. ഭഗവാന്റെ പ്രസാദം നമ്മൾ തന്നെയായിട്ട് മാറുന്നതായിട്ട് നമ്മൾ ചിന്തിച്ച് ആ മനസ്സിനെ അത്രയും ശുദ്ധിയിലേക്ക് എത്തിച്ചിട്ട് വേണം ഭക്തന് അവിടെ കയറാൻ. അപ്പോ മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ ശുദ്ധിയില്ലാത്തവർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഇടങ്ങളല്ല ക്ഷേത്രങ്ങള്. പുലയും വാലായ്മയും ശുദ്ധിക്രമങ്ങളും എല്ലാം ആചരിക്കുന്നുണ്ടെങ്കിൽ മനഃശുദ്ധി ഇല്ലാതെ അവിടെ കയറാൻ പാടില്ല. മനഃശുദ്ധി ഇല്ലെങ്കിൽ മനഃശുദ്ധി ഉണ്ടാകുന്നവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. സർവശത്രുക്കളെയും ഇല്ലാതാക്കുവാൻ മനസ്സ് അത്രയും വലുതാകുന്ന രീതിയിലേക്ക് എല്ലാം മിത്രഭാവത്തിൽ കാണുന്ന ഒരവസ്ഥയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഒരു ഭക്തനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതാണ് ക്ഷേത്രത്തെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും മനോനില തെറ്റിയ ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനതയ്ക്ക് ഒരു വഴിത്തിരിവിന്റെ സന്ദേശമാണ് ഇപ്പോ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളിൽ അത് മനസ്സിലാക്കുകയും അറിവാണെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യണം. അതിവേഗം അതിന്റെ വേഗത കൂട്ടി പരശുരാമൻ എങ്ങനെയാണോ ശ്രീരാമ സിദ്ധാന്തം എന്ന അറിവ് മനസ്സിലാക്കിയിട്ട് ശരവേഗത്തിൽ മാറിയത്, ആ വേഗതയിൽ എത്ര പേര് ആ വേഗതയിൽ ചലിക്കുന്നു അത്ര കണ്ട് നമുക്ക് അടുത്ത തലമുറയെ വളർത്തെടുക്കാൻ സാധിക്കുന്നു എന്ന വിചാരം. അറിവ് തന്നെയാണ് ആനന്ദം.
വിജ്ഞാനമാണ് അതെ. ആനന്ദത്തിന് കാരണമാകുന്നത്. വിജ്ഞാനമില്ലെങ്കിൽ അതെ. ആനന്ദം ഉണ്ടാവുകയില്ല. സ്വാഗതം എന്ന് ഉവ്വ. പറയാനുള്ള ഒരു അവസ്ഥ നമ്മളിലേക്ക് ഉണ്ടാവണമെങ്കിൽ, ആ. എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ വിജ്ഞാനം ആ. നമ്മളിൽ ഉണ്ടാവണം. അപ്പോഴാണ് ആനന്ദത്തോടു കൂടി സുസ്വാഗതം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. അപ്പൊ മുഴുവൻ ആളുകളെയും ജീവിതത്തിലേക്ക് ഈ സ്വസ്ഥമായിട്ടുള്ള സ്വസ്തിയുടെ ലോകത്ത്, ഈ സ്വസ്തികം എന്ന് പറയുന്ന ചിഹ്നം പതിപ്പിച്ച ഈ ഭാരതത്തിന്റെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനും ആ വരുന്നവരെ മുഴുവൻ മിത്രമായി കാണുവാനും ശേഷിയുണ്ടായിരുന്ന ജ്ഞാനികളായിട്ടുള്ള, മനുഷ്യ സ്നേഹികളായിട്ടുള്ള, സർവ്വജീവ ലോക സ്നേഹികളായിട്ടുള്ള മുഴുവൻ പൂർവികരുടെയും പാത പിന്തുടരുവാനായിട്ട് നമുക്ക് ജ്ഞാനം അനിവാര്യമാണ്. ആ വിജ്ഞാനത്തിലൂടെ ജീവിതത്തിന്റെ ആനന്ദം നുകരുവാനായിട്ട് സർവ്വ അഹങ്കാരങ്ങളെയും വെടിഞ്ഞ് അഭിപ്രായങ്ങൾക്കുമപ്പുറം അറിവിനെ സ്വീകരിക്കുന്ന, അറിവിന് വേണ്ടിയിട്ട് ശിരസിനെ കാണിച്ചു കൊടുക്കുന്ന, നിവർന്ന ശിരസുള്ള, നട്ടെല്ല് നിവർന്നവരായിട്ട്, ലംബമായിട്ട് ഉദരമുള്ളവരായിട്ട്, നല്ല സ്വസ്തികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമ്മൾക്ക് കഴിയണം എന്ന് ഞാൻ എല്ലാവരോടും, കൊച്ചുമക്കളോടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. വളരെ സന്തോഷം, വളരെ സന്തോഷം. സന്തോഷ്. നമസ്തേ. നമസ്തേ.